നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പുല്ല് ശേഖരിക്കാൻ പോയ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറക്കലിൽ അടഞ്ഞുകിടന്ന വീട് കുത്തിത്തുറന്ന മോഷണ ശ്രമം. വലപ്പാട് കോതകുളം ബീച്ചിൽ ശനിയാഴ്ച മുതൽ ഡിസംബർ 25 വരെ സ്നേഹാരാമം ഫെസ്റ്റിവൽ നടക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. പശുവിന് പുല്ല് ശേഖരിക്കാൻ പാടത്ത് പോയ യുവാവ് പുല്ലുകെട്ടുകളുമായി സ്കൂട്ടറിൽ വരവെ പാടത്തെ തോടിലേക്ക് വീണ് മരിച്ച നിലയിൽ. ചാഴൂർ ദുബായ് റോഡിന് സമീപം തൊഴുത്തും പറമ്പിൽ ബിനിലാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ പള്ളിപ്പുറം പാടത്താണ് സംഭവം. രാവിലെ പുല്ല് ശേഖരിക്കാൻ പോയ ബിനിലിനെ ഉച്ച കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചു പോവുകയായിരുന്നു. റോഡിനോട് ചേർന്നുള്ള ചെറിയ തോടിലെ വെള്ളത്തിലേക്ക് പുല്ലുകെട്ടുകൾ സഹിതം മറിഞ്ഞു വീണ നിലയിൽ കാണപ്പെടുകയായിരുന്നു. സ്കൂട്ടറിനടിയിൽപ്പെട്ട് ശിരസ് വെള്ളത്തിൽ മുങ്ങി മരണം സംഭവിച്ചതാകാമെന്നാണ് നിഗമനം. മൃതദേഹം ആദ്യം ആലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്കും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്കും മാറ്റി. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അച്ഛൻ പരേതനായ രാമദാസ്, അമ്മ അംബിക, ഭാര്യ ചിഞ്ചു, മകൻ ഭഗത്, സഹോദരി ബിൻറ്റി. ചിറക്കലിൽ അടഞ്ഞുകിടന്നിരുന്ന വീട് കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം. ചിറക്കൽ വെണ്ടശ്ശേരി ശിവക്ഷേത്രത്തിന് സമീപം പണിക്ക വീട്ടിൽ ശ്യാംകുമാറിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ശ്യാംകുമാർ കുടുംബത്തോടൊപ്പം വിദേശത്താണ്. കഴിഞ്ഞ ദിവസം വീടിന്റെ പരിസരം വൃത്തിയാക്കാനെത്തിയ ബന്ധുക്കളാണ് മുൻവാതിൽ പൊളിഞ്ഞു കിടക്കുന്നത് ശ്രദ്ധിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീടിനകത്തെ അലമാരകൾ കുത്തിപ്പൊളിച്ച് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് അറിയുന്നത്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചിറക്കൽ, പഴുവിൽ പ്രദേശങ്ങളിലായി ഈയിടെ നിരവധി മോഷണങ്ങളാണ് നടന്നത്. പഴുവിലും പരിസരങ്ങളിലുമായി ഒന്നിലേറെ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടന്നിരുന്നു. വീട്ടുകാർ വിമാനത്താവളത്തിലേക്ക് പോയ സമയത്ത് ചിറക്കലിൽ ഒരു വീട്ടിലും മോഷണം നടന്നു. ആളൊഴിഞ്ഞ മറ്റൊരു വീട്ടിലും സമാന രീതിയിൽ മോഷണ ശ്രമം നടന്നിരുന്നു. അന്തിക്കാട്, ചേർപ്പ് പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി പ്രദേശമായതിനാൽ പൊതുവെ ഇവിടെ പോലീസ് പെട്രോളിംഗ് കുറവാണ്. മതിലകം താമരക്കുളത്ത് വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മതിലകം 8-ാം വാർഡിൽ SN പുരം സെന്ററിന് കിഴക്കുഭാഗം കല്ലിക്കാട്ട് അശോകിന്റെ മകൻ അഖിലാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. 10 മാസം മുമ്പായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിക്കുകയായിരുന്നു. അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അഖിൽ വ്യാഴാഴ്ച രാത്രിയാണ് മരിച്ചത്. വലപ്പാട് കോതകുളം ബീച്ചിൽ ഡിസംബർ 21 മുതൽ 25 വരെ സ്നേഹാരാമം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് CC മുകുന്ദൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷകരമായൊരു അനുഭവം പകർത്തുവാനാണ് നമ്മുടെ ഏറ്റവും വലിയ തീവ്രമായ ശ്രമം. അപ്പോൾ കടലോരം എന്ന് പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി കടലോരം പുതിയ മാറ്റങ്ങളിൽ കൂടെ ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് കലാ സംസ്കാര രംഗങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ബീച്ച് ഫെസ്റ്റിവലിലൂടെ ഉണ്ടാവാൻ പോവുകയാണ്. ഇതിനു മുമ്പ് പല ബീച്ച് ഫെസ്റ്റിവലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മത്സരബുദ്ധി തന്നെ നമ്മുടെ കടൽ തീരത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആരംഭിക്കുന്നത് മനുഷ്യന്റെ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനം സജീവമാക്കാൻ തീരുമാനിച്ചത്. ഡിസംബർ 21 വൈകുന്നേരം 4 ഘോഷയാത്രയ്ക്ക് ശേഷം നടക്കുന്ന സമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷനാകും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ CP സാലിക്, ഷൈൻ തട്ടുപറമ്പിൽ, ഡോക്ടർ PR സിദ്ധാർത്ഥ ശംഖ് എന്നിവർ പങ്കെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നേത്രപരിശോധന ക്യാമ്പ്, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, കവിയരങ്ങ്, സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്റ്റാൾ, കാർണിവൽ, കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെയുള്ള രംഗം അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരം, ഫാഷൻ ഷോ എന്നിവ നടക്കും. 25 വൈകുന്നേരം 5 സമാപന സമ്മേളനം VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. 31 വരെ മെഗാ കാർണിവലും, പെറ്റ് ഷോ, അക്വാട്ടിക് ഷോ, ഫ്ലവേഴ്സ് ഷോ, ഫുഡ് ഫെസ്റ്റ് എന്നിവ ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ മല്ലികാദേവൻ, PR ബാബു, RM മനാഫ്, വൈശാഖ് വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേറ്റുവയിൽ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ദീർഘദൂര വാഹനയാത്രക്കാരും എയർപോർട്ട് യാത്രക്കാരും ആശുപത്രിയിലേക്ക് രോഗികളുമായി പോകുന്ന വാഹനങ്ങളും ശബരിമല തീർത്ഥാടന യാത്രക്കാർ ഉൾപ്പെടെ ദുരിതത്തിലായി. സ്കൂൾ വിദ്യാർത്ഥികൾ പരീക്ഷാ സമയത്ത് സ്കൂളുകളിൽ എത്തിച്ചേരാൻ ആകാതെ ഏറെ പ്രയാസപ്പെട്ടു. ഏങ്ങണ്ടിയൂരിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പരീക്ഷാ സമയത്ത് ക്ലാസ്സിൽ എത്താൻ കഴിയാതെ വലഞ്ഞത്.
ദേശീയപാത 66 ചേറ്റുവ പാലത്തിനോട് ചേർന്ന പുതിയ പാലത്തിന്റെ തൂണുകളുടെ കോൺക്രീറ്റ് ജോലികൾ നടക്കുന്നതിനാലാണ് ഗതാഗതം സ്തംഭിച്ചത്. ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും ചേറ്റുവ കടവിൽ സർവീസ് അവസാനിപ്പിച്ചു. ദേശീയപാത നിർമ്മാണ കമ്പനി വാഹനങ്ങൾക്ക് വേണ്ട മുന്നറിയിപ്പ് ബോർഡുകളോ ഗതാഗത നിയന്ത്രണ ക്രമീകരണങ്ങളോ ഏർപ്പെടുത്താത്തതാണ് ഗതാഗതം തടസ്സപ്പെടുന്നതിന് പ്രധാന കാരണമെന്ന് യാത്രക്കാർ ആരോപിച്ചു. ചേറ്റുവ പാലത്തിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ബുദ്ധിമുട്ടിലാക്കുന്ന പാലത്തിലെ കോൺക്രീറ്റ് ജോലികൾ തിരക്ക് ഒഴിഞ്ഞ രാത്രി സമയങ്ങളിൽ നടത്താനുള്ള ശ്രമം ഉണ്ടാകണമെന്നും നാട്ടുകാർ പറഞ്ഞു. വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നൈമിഷാരണ്യത്തിലെ 24ാമത് ഭാഗവത സപ്താഹ യജ്ഞം 22-ന് ആരംഭിച്ച് 29-ന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കിഴക്കുംപാട്ട് വിനോദകുമാര ശർമ്മയാണ് യജ്ഞാചാര്യൻ. യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും 22-ന് ഘോഷയാത്രയായി കൊണ്ടുവരും. യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രസാദ ഊട്ടടക്കം 3 നേരത്തെ ഭക്ഷണം നൽകും. മണ്ഡലകാല ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 41 ദിവസത്തെ കളമെഴുത്ത് പാട്ടും 27-ന് സമാപിക്കും. ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക പൂജകൾ നടക്കും. വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ക്ഷേത്രത്തിൽ ജനുവരി 11, 12, 13 തീയതികളിൽ ആതിരോത്സവം നടക്കും. തിരുവാതിരക്കളി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് കറുത്തേതിൽ രാമചന്ദ്രൻ, കെ കൃഷ്ണകുമാർ, എ നന്ദകുമാർ എന്നിവർ പറഞ്ഞു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന്റെ 21-ാം ദിവസം മാധവ് പി ബിജോയ്, മേഘ പി ബിജോയ്, ചാലക്കുടി സുധീർ നായർ എന്നിവരുടെ സംഗീതാർച്ചന നടന്നു. സന്നിധ ലക്ഷ്മി സുരേഷ്, ആർദ്ര സിദ്ധിവിനായകൻ, ഡോക്ടർ സുനീർ നായർ സിദ്ധിവിനായകൻ എന്നിവർ വയലിനിലും, ഡോക്ടർ പരിയാനംപറ്റ ബാബുരാജ്, എറണാകുളം നവീൻ നാരായണൻ എന്നിവർ മൃദംഗത്തിലും, ആലുവ രാജേഷ് ഘടത്തിലും പക്കമേളം തീർത്തു. തുടർന്ന് നൃത്തമണ്ഡപത്തിൽ ഷാലി ഷിജു, ശ്രുതി സുധീർ, അനുപമ, അനുശ്രീ, ആദിത്യലക്ഷ്മി സുരേഷ് എന്നിവരുടെ ഭരതനാട്യവും, ഡോക്ടർ അഞ്ജനയുടെ കഥക്കും, കലാമണ്ഡലം ഷാഖി കിഷോറിന്റെ മോഹിനിയാട്ടവും, വല്ലച്ചിറ ശ്രീ ഭഗവതി തിരുവാതിരക്കളി സംഘം, പെരിങ്ങോട്ടുകര അരുണോദയം എന്നിവരുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. ദേവസ്ഥാനോത്സവം തൃക്കോടിയേറ്റ് ദിവസമായ ശനിയാഴ്ച ചെന്നൈ വെങ്കടേഷ്, ചേർത്തല ജയകൃഷ്ണൻ എന്നിവരുടെ സംഗീത കച്ചേരിയും മാസ്റ്റർ ദേവസ്ഥാനം വിഷ്ണു പ്രയാഗ് നയിക്കുന്ന സംഗീതാവതരണം റിഥം ഓഫ് ഫ്യൂഷനും അരങ്ങിലെത്തും. CPM നാട്ടിക ഏരിയ സെക്രട്ടറിയായി MA ഹാരിസ് ബാബുവിനെ വീണ്ടും തെരഞ്ഞെടുത്തു. 21 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കെ വിശ്വംഭരൻ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KR സീത, VR ബാബു, PA രാമദാസ്, EPK സുഭാഷിതൻ, KB ഹംസ, MR ദിനേശൻ, TS മധുസൂദനൻ, മഞ്ജുള അരുണൻ, AV സതീഷ്, TV സുരേഷ് ബാബു,
PS ഷജീദ്, K സുൽത്താൻ, KC പ്രസാദ്, ഷീന വിശ്വൻ, രാജേഷ ശിവജി, സുരേഷ് മഠത്തിൽ, KR സാംബശിവൻ, അലോക് ടി മോഹൻ എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. ജില്ലാ സമ്മേളന പ്രതിനിധികളായി 26 പേരെ തിരഞ്ഞെടുത്തു. നാട്ടിക ഫാർക്ക കുടിവെള്ള പദ്ധതി ഉടൻ പൂർത്തീകരിക്കണമെന്ന് CPM നാട്ടിക ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തീരദേശ മേഖലയിലെ ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം, നാട്ടിക, വലപ്പാട്, എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, SN പുരം എന്നീ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത പദ്ധതിയാണ് നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി. ഇതിന്റെ തടസ്സങ്ങൾ ഉടൻ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കണം. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ട് രൂക്ഷമാണ്. അടിയന്തരമായി ഇതിന് ശാശ്വത പരിഹാരം കാണണം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 600 രൂപ കൂലിയും 200 തൊഴിൽ ദിനങ്ങളും സൃഷ്ടിച്ച് അതിദാരിദ്ര്യത്തിൽ നിന്നും തൊഴിലാളികളെയും തൊഴിലിടങ്ങളെയും സംരക്ഷിക്കണമെന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. പൊതുചർച്ചയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദറും പ്രവർത്തന റിപ്പോർട്ടിൽ ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബുവും മറുപടി പറഞ്ഞു. 11 ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് 40 പേർ ചർച്ചയിൽ പങ്കെടുത്തു. PK ചന്ദ്രശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ് എന്നിവർ സംസാരിച്ചു. K സുൽത്താൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡിസംബർ 21 മുതൽ 25 വരെ നടക്കുന്ന കോതകുളം സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി മണ്ണും ജലവും മാലിന്യ വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെ ബീച്ച് ശുചീകരണം ആരംഭിച്ചു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന ശുചീകരണ യജ്ഞം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ ഉദ്ഘാടനം ചെയ്തു. PR ബാബു, മറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മണ്ണിനെയും പ്രകൃതിയെയും വെള്ളത്തെയും സംരക്ഷിക്കേണ്ടത് ഭാവി തലമുറയുടെ ആവശ്യമാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടി മണ്ണും ജലവും സംരക്ഷിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിവലിൻ്റെ മുഖ്യ സംഘാടകരുടെ പ്രഥമ ലക്ഷ്യം. ആ പ്രഥമ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തന്നെ ഇന്നു മുതൽ സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിവൽ കഴിയുന്ന 25 മുതൽ 26, 27 വരെ ഈ ഉദ്യമം തുടർന്ന് ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ നിരന്തരമായി ഈ ബീച്ചിനെ സംരക്ഷിക്കുക, പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യമാണ് സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിവലിൻ്റെ സംഘാടക എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പെരിങ്ങോട്ടുകര താന്നിത്ത് മഠം സർപ്പക്കാവിലെ ആയില്യം ഉത്സവം ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ രക്ഷസിനും ഭഗവതിക്കും പൂജ, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ, വൈകിട്ട് നാഗയക്ഷിക്കളം, പുള്ളുവൻ പാട്ട് എന്നിവ നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക്, ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, തോറ്റംപാട്ട് എന്നിവയാണ് ചടങ്ങുകൾ. ഉത്സവ ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ടായി. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. നിങ്ങൾ അറിഞ്ഞോ, മൈ സ്റ്റോർ 5ാം വർഷത്തിലേക്ക്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തിനു കാത്തിരിക്കണം? അതിലും വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ആക്സസറീസ്, ഒപ്പം നിരവധി സമ്മാനങ്ങളും. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ ചെറിയ മാസത്തവണയിൽ, അതും പലിശയില്ലാതെ. ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ റിപ്പയർ ചെയ്തു നൽകുന്നു. ഫോൺ ഏതുമാകട്ടെ, ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് മുന്നിൽ. മൈ സ്റ്റോർ ഇനി എന്നും നിങ്ങളോടൊപ്പം. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. അർച്ചന സിൽക്സ്, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലാ മിനി ത്രോ ബോൾ ചാമ്പ്യൻഷിപ്പിൽ പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളും വാടനപ്പള്ളി പ്ലേ ബോൾ സ്പോർട്സ് ക്ലബ്ബും ജേതാക്കളായി. കഴിമ്പ്രം SNASS വോളിബോൾ കോർട്ടിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ 1ാം സ്ഥാനവും MIC പബ്ലിക് സ്കൂൾ കയ്പമംഗലം 2ാം സ്ഥാനവും നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പ്ലേ ബോൾ സ്പോർട്സ് ക്ലബ്ബ് വാടാനപ്പള്ളി 1ാം സ്ഥാനവും ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും നേടി. വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ ത്രോ ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വാഴപ്പുള്ളി അധ്യക്ഷനായി. ശ്രീനാരായണ വായനശാല സെക്രട്ടറി VC ദിലീപ്, സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ മെമ്പർ MJ ആദിത്യ, സെക്രട്ടറി ആകാശ് എന്നിവർ സംസാരിച്ചു. ഈ മാസം 28, 29 തീയതികളിൽ ഇടുക്കിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിന്റെ തെരഞ്ഞെടുപ്പും നടന്നു. കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ണി മാഷിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ചാമ്പ്യൻഷിപ്പുകളും അതുപോലെ തന്നെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. നല്ല ടീമുകൾ തൃശ്ശൂരിൽ നിന്ന് പങ്കെടുക്കാറുണ്ടെന്ന് നമുക്കറിയാം. ഒരുവിധം കളികളുടെ പ്രാക്ടീസ് ഈ കോർട്ടിൽ വെച്ച് തന്നെയാണ് നടക്കാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സീനിയർ ടീമിൻ്റെ കോച്ചിങ് ക്യാമ്പും ഇവിടെ തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്തായാലും വളരെ നല്ല മത്സരമാണ് ഇപ്പോൾ ഗോകുലം ടീമും അതുപോലെ തന്നെ മറ്റേ ടീമും തമ്മിൽ കാഴ്ചവെച്ചത്. വളരെ സന്തോഷമുണ്ട്. ഈ ത്രോ ബോളുമായിട്ടുള്ള ചെറിയൊരു ബന്ധം കൂടി എനിക്കുണ്ട്. ഞാൻ എൻ്റെ മകള് ത്രോ ബോളിൻ്റെ ജില്ലാ ടീമിൽ കളിച്ചിരുന്നു. ഇപ്പോൾ അവൾ ദന്തലിൽ പഠിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ടീമിലും ത്രോ ബോൾ കളിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ടാണ് നാം കാണുന്നത്. എന്തായാലും ഈ കഴിമ്പ്രത്തിൻ്റെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ മാഷ് തുടക്കം തന്നെ വോളിബോൾ എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. വോളിബോളിൻ്റെ ഒരു പാരമ്പര്യ ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ത്രോ ബോളിനുള്ള ഒരു വേരുറപ്പിക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും. എടമുട്ടം റെസിഡൻസ് അസോസിയേഷന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എടമുട്ടം കാട്ടൂർ റോഡിലും ബീച്ച് റോഡിലും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. തൃപ്രയാർ SRTO MVI നവീൻ VL, വലപ്പാട് ഗ്രേഡ് SI സദാശിവൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PN സുജിത് അധ്യക്ഷനായി. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ, ഷാജു കോഴിപ്പറമ്പിൽ, KT ജോൺസൺ, മുഹമ്മദ് ബഷീർ വലിയകത്ത്, മുരളി തയ്യിൽ, പവിത്രൻ കഴിയാവട്ടത്ത്, KA സന്തോഷ്, ഷാഹിന ഷാജു, KJ ക്ലൈമന്റ് എന്നിവർ സംസാരിച്ചു. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരായ എടമുട്ടം റെസിഡൻസ് അസോസിയേഷനെയും വ്യവസായികസമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാര്യം ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മളെല്ലാവരും വാഹനം വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിലെ കാർ പുറത്തിരിക്കുമ്പോൾ അത് സേഫാണ്. പക്ഷേ വാഹനം പുറത്തു കൊണ്ടുപോകുമ്പോൾ
കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് വാഹനം എവിടെ പാർക്ക് ചെയ്യണമെന്നുള്ള കാര്യമാണ്. ഇത് നല്ലൊരു തുടക്കം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ വിധത്തിലും നല്ല വിജയമായിട്ട് തീരട്ടെ. ഇത് കുറച്ചും കൂടി മുന്നേ തോന്നേണ്ട ബുദ്ധിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതായത് പാർക്കിംഗ് കണ്ടമാനം അതിക്രമിച്ചിരിക്കുകയാണ്, ആൾക്കാർ സ്ഥിരം ഇങ്ങനെ വെച്ച് പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ കളവുകൾ നടക്കുന്നുണ്ട്, അതും ഞങ്ങൾക്ക് പണിയാണ്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ച് അതൊക്കെ ഒഴിവാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. കിഡ്നി ദാനം ചെയ്ത ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാമിനെ അദ്ദേഹത്തിന്റെ പുള്ളിലുള്ള വസതിയിലെത്തി ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഷാൾ അണിയിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, സിഒ ജേക്കബ്, KV ദാസൻ, സുനിൽ ലാലൂർ, KK അശോകൻ എന്നിവർ പങ്കെടുത്തു. ഈ ഒരു ഘട്ടത്തിൽ അതിന് സാഹചര്യമൊരുക്കിയതിൻ്റെ പേരിലാണ് ഞാൻ സംസാരിക്കുന്നത് തന്നെ. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രസംഗം നടത്താമെന്നുണ്ടെങ്കിൽ കൂടി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയ ഒരാളാണ്. കാരണം തൻ്റെ കടയിലേക്ക് വന്ന ആ സഹോദരി വന്നത് ഒരല്പം പണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഷൈജുവിൻ്റെ കടയിലേക്ക് വന്നത്. ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമെന്ന് ആ സഹോദരി പ്രതീക്ഷിച്ചിട്ടില്ല. ഒരല്പം പണം തൻ്റെ സഹോദരന് വേണ്ടി കിഡ്നി മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആ സ്ത്രീ കടന്നു വന്നത്. ഷൈജു പണമല്ല, തൻ്റെ കിഡ്നി തന്നെ, വൃക്ക തന്നെ, തൻ്റെ ശരീരത്തിൽ നിന്ന് അത് പകുത്തു നൽകാമെന്ന് ആ സഹോദരിയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി ഏത് തരത്തിലാണത് അവരോട് പക്ഷെ അവർ ഞെട്ടിത്തിരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവർ പ്രതീക്ഷിച്ചൊരു അല്പം പണമാണ്. MP മൂത്തേടത്ത് സ്മൃതി ആദരവും അനുസ്മരണ യോഗവും ജന്മനാടായ കണ്ടശങ്കടവിൽ നടന്നു. മാങ്ങാട്ടുകര മൂത്തേടത്ത് കന്യക മഹേശ്വരി ക്ഷേത്രം ഹാളിൽ സർവധർമ്മ സമഭാവന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ യോഗം എഞ്ചിനീയർ TV വസുമിത്രൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ തലശ്ശേരി സുധാകർജി അധ്യക്ഷനായി. ഡോക്ടർ CP പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുധർമ്മ പ്രചാരകരെ ആദരിക്കൽ സ്വാമി സുരേശ്വരാനന്ദ നിർവഹിച്ചു. സന്തോഷ് മലമ്പുഴ, B ചന്ദ്രൻ മണലി, TK ഗംഗാധരൻ, PS ശിവപാൽ, CK ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു. സാക്ഷാൽ ഈശ്വരനാണെന്ന് വിളംബരം ചെയ്ത തലശ്ശേരിയിൽ നിന്നാണ് ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ നവോത്ഥാന പ്രതിഷ്ഠ നടത്തിയ തൃശ്ശൂർ ജില്ലയിലെ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ ചേരുന്ന ഈ സമ്മേളനത്തിലേക്ക് എനിക്ക് ആഗതനാവാൻ സാധിച്ചത് ഗുരു കാരുണ്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. മഹാഗുരുവിൻ്റെ മഹാപരിനിർവാണം 1928 സംഭവിച്ചത്. തൃപ്പയാർ ശ്രീരാമചന്ദ്ര റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസ് പടിഞ്ഞാറ് നടയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് പടിഞ്ഞാറ് നടയിൽ ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പടിഞ്ഞാറെ മന പത്മനാഭ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ചെയർമാൻ PG നായർ, ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി, മറ്റ് ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. അതും തൃപ്രാർത്ഥ അവരുടെ നട വിട്ട് നമ്മൾ പോകരുത് എന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ട് ഏകദേശം 6 മാസം കമ്മിറ്റി മുന്നോട്ട് പോയി. ആ 6 മാസം രാധാകൃഷ്ണ കുട്ടൻ്റെ സഹകരണത്തോടെയാണ് നമ്മൾ അവിടെ മീറ്റിങ്ങുകളും ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളും വഴി നമ്മൾ മുന്നോട്ട് പോയത്. എല്ലാം ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ അനുഗ്രഹവും തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ വാർഷികം പ്രണവാഗ്നിക 2024 സീസൺ 2 ആഘോഷിച്ചു. കേരള തനിമയും ദൃശ്യചാരുതയും പൈതൃകവും ഇഴചേർന്ന അവതരണ ഗാനത്തോടുകൂടിയാണ് വാർഷികാഘോഷത്തിന് തിരിതെളിഞ്ഞത്. സ്കൂളിൽ നടന്ന വാർഷികാഘോഷം നടൻ ദിലീപ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഞാനൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എൻ്റെ ചെറുപ്പകാലത്തിൽ പഠിച്ചത്. പക്ഷേ അന്നത്തെ പഠന രീതികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ രസകരമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ പഠിക്കുന്നു കൊച്ചു ക്ലാസ് മുതൽ. അത് ഏതൊരു മാതാപിതാക്കൾക്കും അഭിമാനമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്.
എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ മണ്ണിൽ നട്ടിരിക്കുന്ന ഞാറ് ഒന്നും മോശമാവില്ല. കാരണം ഇവിടുത്തെ കുട്ടികൾ ഒരിക്കലും മോശമാവില്ല. ജീവിതത്തിൽ അവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളാണെന്ന് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം അവരുടെ രീതികൾ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികൾ, ഞാൻ എപ്പോഴും ഷൈയാണ്. എനിക്ക് സത്യം പറഞ്ഞ ഈ വേദിയിൽ നിൽക്കുമ്പോഴും കൈയും കാലും കൂട്ടിയിടിച്ച് ദൈവമേ നാവിന് പിഴവൊന്നും വരുത്തല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ ഏത് വേദിയിലും എനിക്ക് പേടിയാണ്. ഞാൻ മിമിക്രി ചെയ്യുന്ന കാലം മുതൽ എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഭയമാണ്. ഇന്നും അതെനിക്ക് വിട്ടുമാറിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വളരെ കൂളായിട്ടൊന്ന് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവർക്ക് സമൂഹത്തിൽ എവിടെ പോയാലും എന്തിനേയും അവർക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം ഈ കലാലയങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാധരൻ മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ അഭിലാഷ് KR, സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ്, വാർഡംഗം ജോഷി NN എന്നിവർ പങ്കെടുത്തു. കുട്ടികൾ തന്നെ ഡിസൈൻ ചെയ്ത പരിപാടികളുടെ മികവ് പോലെ പഠന നിലവാരത്തിലും സ്കൂളിനുണ്ടായ പുരോഗതിയെ ദിലീപ് അഭിനന്ദിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് വിദ്യാധരൻ മാസ്റ്ററെയും 80 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ ആഘോഷരാവിന്റെ ഭാഗമായി. പഴുവിൽ സെന്റ് ആൻസ് MG സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഇൻഡോർ സ്കൂൾ ഹാളിന്റെ ഉദ്ഘാടനവും ക്രിസ്തുമസ് ആഘോഷ പരിപാടികളും നടത്തി. സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ഡോക്ടർ മെർലി അധ്യക്ഷയായി. സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത് കുട്ടികൾക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ബിജു അശോകൻ, വാർഡ് മെമ്പർ ഷീമ ആന്റണി, OSA പ്രസിഡന്റ് പൈലി ആന്റണി, MPTA പ്രസിഡന്റ് അനീഷ മണി, സ്റ്റാഫ് പ്രതിനിധി ജെനീഫർ സൈമൺ, സ്കൂൾ പ്രതിനിധി സാൽവിയ റിജോയ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റാണി ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ഫ്ലാഷ് മോബ്, കരോൾ ഗാനം, പാപ്പ് മത്സരം എന്നിവയും നടത്തി. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടത്തിയ നക്ഷത്ര നിർമ്മാണം, ആശംസ കാർഡ് നിർമ്മാണം, വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇതോടനുബന്ധിച്ച് കരോൾ ഗാനം, പുൽക്കൂട് നിർമ്മാണം, കേക്ക് മുറിക്കൽ എന്നിവയും നടന്നു. പ്രധാന അധ്യാപിക CJ ജെന്നി, സ്കൂൾ മാനേജർ EK തോമസ്, PTA പ്രസിഡന്റ് സജിനി മുരളി, PTA പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. സ്കൂളുകൾ പ്രവർത്തിക്കാൻ വെച്ചിട്ടുള്ളത് നമുക്കറിയാം.
കഴിഞ്ഞ ഏകാദശിയോടനുബന്ധിച്ച മുടക്ക് ഇന്നെടുക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകളൊക്കെ നീട്ടി ഈ ദിവസത്തിന് വന്നത്. എന്തായാലും പരീക്ഷകളൊന്നും തന്നെ നമ്മുടെ ആഘോഷങ്ങൾക്ക് തടസ്സമല്ല. കാരണം പരീക്ഷ ഒരു ഭാഗത്ത് നടക്കുന്നു, നമ്മുടെ ആഘോഷങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. നാട്ടിക വെസ്റ്റ് KMUP ഗ്രേസ് കിഡ്സ് പ്രീ പ്രൈമറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക CJ ജെന്നി, KG ഹെഡ്മിസ്റ്റസ് നൈസി ഷാജി എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറലും കേക്ക് വിതരണവും നടന്നു. പക്ഷേ അത് നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ ആണ്. ആദ്യമാണ് ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആണ് ക്രിസ്തുമസ്. ഡിസംബർ 25-ന് ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ പോലെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണിത്. ലോകം മുഴുവനുള്ള എല്ലാവരും ജീസസ് ക്രൈസ്റ്റിന്റെ എന്താഘോഷിക്കുന്നു? ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസം. താന്നി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം പുത്തൻപീടിക സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ നടത്തി. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമർ പണിക്കർ കേക്ക് മുറിച്ച് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കളങ്കവുമില്ലാത്ത വളരെ നിഷ്കളങ്കമായിട്ടുള്ള മുഖങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ല. എങ്കിൽ കൂടി ഇവിടെ ഈ ഒരു വേദി തിരഞ്ഞെടുത്തതിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ തുറന്ന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ക്രിസ്മസ് ആഘോഷമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് ആഘോഷമാകുമ്പോഴും അത് ആഘോഷം ഏറ്റുവാങ്ങുന്നവരുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. നമുക്ക് സന്തോഷിക്കാനുള്ള സമയങ്ങളും ആഘോഷങ്ങളും ആഘോഷിച്ച് തന്നെ തീർക്കുക തന്നെയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. അതെല്ലാം നമ്മൾ കുറച്ച് നേരത്തെങ്കിലും മറന്ന് സന്തോഷത്തോടെ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു മനസ്സിൻ്റെ ഐക്യത്തോടെ പ്രാർത്ഥനയോടെ ഒരു ആഘോഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് വലിയ ഒരു നാളത്തെ ജീവിതത്തിലേക്ക് ഒരു വലിയ കാൽവെപ്പായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വാർഡ് മെമ്പർ ആൻഡോ തോറയൻ അധ്യക്ഷത വഹിച്ചു. ജോസ് വള്ളൂർ മുഖ്യാതിഥിയായി. സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി MP ഷാജി, പ്രധാനാധ്യാപിക ഷിജി സൈമൺ, അംഗൻവാടി അധ്യാപകരായ അഞ്ജു KB, സതി രംഗൻ, ആശാ വർക്കർ സുശീല രാജൻ, പ്രോഗ്രാം കൺവീനർ രേണുക റിജു, മജീദ് പോക്കാക്കിലത്ത്, കാഞ്ചന ധർമ്മരാജൻ, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. PTA പ്രസിഡന്റ് സിന്ധു അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സീജ ജോസഫ്, നിമ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്രിസ്തുമസ് കാർഡ് നിർമ്മാണ മത്സരവും ബലൂൺ വീർപ്പിക്കൽ മത്സരവും വിദ്യാർത്ഥികളുടെ കരോൾ ഗാനവും മറ്റ് കലാപരിപാടികളും നടന്നു. അന്തിക്കാട് KGM സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. ചുവന്ന കുപ്പായവും തൊപ്പിയും അണിഞ്ഞ് മാനുകൾ വലിക്കുന്ന
തെന്നുവണ്ടിയിൽ പുഞ്ചിരിയോടെ സാന്താക്ലോസ് കുട്ടികളെ സ്വാഗതം ചെയ്തു. കരോൾ ഗാനങ്ങളും സാന്താക്ലോസിന്റെ വേഷങ്ങളും അണിഞ്ഞ് ആടിപ്പാടി ക്രിസ്തുമസ് പപ്പയുടെ ഒപ്പം കുരുന്നുകൾ ഇറങ്ങി. വിദ്യാലയമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സാന്താക്ലോസിന്റെ പടുകൂറ്റൻ പ്രതിമ മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ കൗതുകമുണർത്തി. വിദ്യാലയത്തിലെ പ്രായം കുറഞ്ഞ കുട്ടിയായ സാൻവി, സീനിയർ അധ്യാപകരായ റീജ, സ്മിത എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഖില രാഗേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് അജീഷ, PTA വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ലിയോ, ദേവി, രമ്യ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമായി. ഡിസംബർ 20 മുതൽ 2025 ജനുവരി 16 വരെ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സമ്മാനം കരസ്ഥമാക്കാൻ അവസരമുണ്ട്. കൂടാതെ ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനമായി നൽകുന്നു. ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, PRO ഉബൈദു എന്നിവർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നു. Wish you Merry Christmas and a Happy New Year. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ട്രീ ഓഫർ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിസംബർ 20 മുതൽ ജാനുവരി 15 വരെ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് കൂപ്പൺ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന സമ്മാനങ്ങളും കരസ്ഥമാക്കാം. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 20 മുതൽ ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഈ ഡയമണ്ട് നെക്ലസ് ബമ്പർ സമ്മാനമായി നൽകുന്നു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പുല്ല് ശേഖരിക്കാൻ പോയ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറക്കലിൽ അടഞ്ഞുകിടന്ന വീട് കുത്തിത്തുറന്ന മോഷണ ശ്രമം. വലപ്പാട് കോതകുളം ബീച്ചിൽ ശനിയാഴ്ച മുതൽ ഡിസംബർ 25 വരെ സ്നേഹാരാമം ഫെസ്റ്റിവൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.